അങ്ങനെ 10 മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും മസ്കറ്റിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊച്ചിൻ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഗേറ്റ് നമ്പറിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ തവണത്തെ സെയിം ഗേറ്റിൽ തന്നെയാണ് 5B, അതിലാണ് ഇത്തവണയും വെയിറ്റ് ചെയ്തിട്ടിരുന്നത്. ഏകദേശം 1.5 മണിക്കൂറുകൾക്കൊക്കെ ശേഷമാണ് നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറിയത്. അങ്ങനെ സീറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റായി നമ്മളിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ എയർ ഹോസ്റ്റസ് വന്നിട്ട് അവിടുത്തെ സേഫ്റ്റി ഗൈഡൻസ് ഫുള്ള് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ചെറുതായിട്ട് മൂവ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ദൂരെ നമ്മുടെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ കുറച്ച് ഫ്ലൈറ്റ് ഇൻഡിഗോ എത്തിഹാദൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്നു, ഫ്ലൈറ്റിനുള്ളിൽ അങ്ങനെ ഇരുന്നു. എനിക്ക് ടേക്ക് ഓഫിൻ്റെ സമയത്ത് ശരിക്കും വന്നിട്ട് നമ്മളിങ്ങനെ ഊഞ്ഞാലിൽ ഇങ്ങനെ പോകുമ്പോൾ ഊഞ്ഞാലിൽ നമ്മളിങ്ങനെ തെറിച്ച് പോകുന്ന ആ ഒരു ഫീല് പോലെ തോന്നൂലേ, അതേ ഫീലാണ്. അതായത് നമ്മുടെ മൈൻഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്ന ആ ഒരു ഫീലാണ് എനിക്ക് ടേക്ക് ഓഫിൻ്റെ സമയത്ത് കിട്ടുക. നല്ലൊരു സ്മൂത്തായിട്ട് ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന ആ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് ടേക്ക് ഓഫിൻ്റെ സമയത്ത് കിട്ടുക. അത്യാവശ്യം മനസ്സിൽ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മളത് പുറമെ കാണിക്കില്ല. ഭയങ്കര ധൈര്യം സംഭരിച്ച് ഇങ്ങനെ ഇരിക്കലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഫ്ലൈറ്റ് അത്യാവശ്യം സ്പീഡായി തുടങ്ങിയിട്ടുണ്ട്, റൺവേയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഈ കാണുന്ന പച്ചപ്പും ഹരിതാപും ഒക്കെ നമ്മൾ ഒമാനിൽ ലാൻഡ് ചെയ്യുമ്പോൾ കാണല്ലോ. അപ്പോൾ കൺകുളിർക്ക് അതൊക്കെ നോക്കി അയവിറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടോ. പെട്ടെന്നാണ് ഡിസ്റ്റൻസ് കൂടി വരിക. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ബിൽഡിങ്ങുകളാണേലും മരങ്ങളാണേലും അതിൻ്റെ വലിപ്പം കുറഞ്ഞാണ് കാണുന്നത്. അപ്പോൾ മനസ്സിലാവും നമ്മൾ അത്യാവശ്യം ഹൈറ്റിലെത്തി, നമ്മൾ അത്യാവശ്യം ഹൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പിന്നെ ഇത്തവണ ഭയങ്കര ടർബുലൻസ് ആയിരുന്നു കേട്ടോ. ക്ലൈമറ്റേ ശരിയല്ലായിരുന്നു, ഭയങ്കര ഫോഗും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സീറ്റ് ബെൽറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടായിരുന്നു, സീറ്റ് ബെൽറ്റ് വിയർ ചെയ്യുക, ടർബുലൻസ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മനസ്സിലിങ്ങനെ പേടി തോന്നും, ദൈവമേ എന്നൊരു ചിന്ത. എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമ്മൾ സേഫായിട്ട് തന്നെ നമ്മൾ എത്തേണ്ടവിടത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ ബിൽഡിങ്ങുകളൊക്കെ ചെറുതായിട്ട് കാണാം. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ചെറുതായിട്ട് കാണുന്നുണ്ട്. എന്തൊരു ഭംഗിയാണെന്നറിയോ നമ്മുടെ കേരളത്തിന് മുകളിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കാണാനായിട്ട്. ഒമാനും നല്ല രസമൊക്കെ തന്നെ, പക്ഷെ എന്നാലും ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കേരളം വിട്ടാൽ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നമ്മളിതാ ആകാശത്തിൽ മേഘങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, പക്ഷെ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കണ്ണ് ആ ഒരു പ്രകാശം കാരണം ഇങ്ങനെ തുറന്ന് നോക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇടയ്ക്ക് കാണുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയില്ലേ. ഈ മേഘത്തിൻ്റെ ഇടയ്ക്കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര വെട്ടാണ്, ആ ഒരു ഇഷ്യൂ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ടർബുലൻസ് വന്നിട്ട് ഫ്ലൈറ്റ് അത്യാവശ്യം നല്ല കുലുക്കമുണ്ടായിരുന്നു. അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് ആ ഒരു അനൗൺസ്മെൻറ്റോടെ വരുമ്പോഴത്തേക്കും ചെറിയൊരു പേടി മനസ്സിൽ കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പോൾ ലാൻഡ് ചെയ്യാനായിട്ട് എത്താറാവുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു കളർ ചേഞ്ച് പോലെ കാണുന്നില്ലേ, അത് നമ്മുടെ ഒമാൻ തീരത്ത് എത്താറാവുന്നുണ്ട് ഫ്ലൈറ്റ്. അപ്പോൾ ചെറിയ രീതിയിൽ ആ ഒരു മണ്ണിൻ്റെ കളറും ബിൽഡിങ്ങുകളുടെ ഒക്കെ കളറാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പെട്ടെന്ന് ലാൻഡ് ചെയ്താൽ മതി, സേഫായിട്ട് ലാൻഡ് ചെയ്യണം, അങ്ങനെ ആ ഒരു ഇതിൽ തന്നെയിരുന്നു. ഏകദേശം 45 മിനിറ്റ് എടുത്തോട്ടോ ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഒമാൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിയിരുന്നെങ്കിലും ഈ ടർബുലൻസ് കാരണം ഇവർക്ക് ലാൻഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം അധികം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ആ ഒരു ഒമാൻ്റെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന ഒരു ചിത്രം പോലെ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു തരി പച്ചപ്പ് പോലും കാണാനില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈന്തപ്പന, അങ്ങനെ ചെറിയ മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് നല്ല സുന്ദരിയാണ് കേട്ടോ ഒമാൻ കാണാനായിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. ശരിക്കും നമ്മുടെ മാപ്പിൽ ഭൂപടത്തിൽ കാണുന്ന അതേ ഫീൽഡിൽ തന്നെ ഇങ്ങനെ കർവും കാര്യങ്ങളും കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി അതിങ്ങനെ മേളിൽ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ താഴെ കാണുന്ന ഒരു ഏകദേശം വൈറ്റ് കളേഴ്സ് പോലെ കാണുന്നതാണ് അവിടുത്തെ ബിൽഡിങ്ങുകൾ വന്നിട്ട്. ബാക്കിയെല്ലാം മലകളാണ് കേട്ടോ. മരുഭൂമിയല്ല, മലപ്രദേശം പോലെ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് നമുക്ക് വഴി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ലാൻഡിങ്ങും കൂടെ കണ്ടോളൂ കേട്ടോ. കുറച്ച് മുന്നേ വരെ ഭൂമി കണ്ടുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് കേട്ടോ ഫ്ലൈറ്റ് ഇങ്ങനെ ചെരിഞ്ഞത്. അപ്പോൾ നോക്കിയപ്പോൾ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ മണൽ വാരി എറിഞ്ഞ ആ ഒരു കണക്കായിരുന്നു മേഘങ്ങളുടെ ആ ഒരു നിപ്പും കാര്യങ്ങളൊക്കെ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വേണ്ടപ്പെട്ട ഒരാളെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അത്ര വേണ്ട ഒരാളെ മീറ്റ് ചെയ്യാൻ പോവുക എന്ന് പറയുന്നത് ഭയങ്കര മനസ്സിന് പിടിച്ച് നിർത്താൻ പറ്റാത്ത അധികം സന്തോഷമാണ്. പക്ഷേ ഓവറായിട്ട് സന്തോഷം കാണിക്കാനും പറ്റില്ല. എന്നാൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയുണ്ട്. ആ ഒരു അയാളെ കാണുമ്പോൾ ഉള്ള ആ ഒരു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മനസ്സിൽ പല പല ചിന്തകളാണ് കേട്ടോ ഈ സമയത്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ വീണ്ടും മസ്കറ്റ് നമുക്ക്, അതായത് ഒമാൻ്റെ പകുതി ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്.
ശരിക്കും ഞാൻ പറഞ്ഞില്ലേ 45 മിനിറ്റ്സോളം എടുത്തു ലാൻഡിങ്ങിന് വേണ്ടിയിട്ട്. ലാൻഡ് ചെയ്യുന്ന ആ ഒരു പൊസിഷനിലെത്തിയിട്ട് വീണ്ടും ഫ്ലൈറ്റ് ഹൈറ്റിൽ പോയി. എനിക്ക് തോന്നുന്നു ടർബുലൻസിൻ്റെ ഇഷ്യൂസ് തന്നെയായിരിക്കും തോന്നുന്നു. വിൻഡിൻ്റെ ഡയറക്ഷനും ഒക്കെ നോക്കിയിട്ടാണല്ലോ ഇവർ ലാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. കാണുന്നത് ഒരു ചെറിയ ഐലൻഡാണ്. എനിക്ക് പേരറിഞ്ഞുകൂടാ. ചെറിയൊരു ഐലൻഡ് ഇവിടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതൊരു കപ്പൽ പോകുന്നുണ്ട്. അങ്ങനെ താഴോട്ട് നോക്കിയാൽ നല്ല രസമാണ്. കപ്പലുകൾ, ചെറിയ ബോട്ടുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 3.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. നല്ല ടർബുലൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് 3/4 മണിക്കൂറോളം ഇവർ ലാൻഡിങ്ങിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് കടലാണ് കേട്ടോ. കണ്ടോ, ചെറിയ തിരകളാണ് ഇവിടുത്തെ കടലുകൾക്കുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല കാമായിട്ടുള്ള കടലാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്തു. അപ്പോൾ ഈ ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വായോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എയർപോർട്ടിനുള്ളിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ അധികമൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങുന്ന കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളത് കണ്ടിട്ട് വായോ. കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കൂട്ടാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തെത്തി, നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതിൽ കുറേ ഭാഗങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്
പറ്റിയില്ല. കാരണം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എനിക്ക് ബാക്കി ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ സേഫായിട്ട് ഒമാൻ്റെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിലൂടെയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി എന്നെ അറിയിക്കാവുന്നതാണ് കേട്ടോ.